ഹായ്, എൻ്റെ പേര് നിഷ. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞാൻ 1.5 വർഷമായി OETക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഈ 1.5 വർഷക്കാലവും എഴുതിയപ്പോഴൊക്കെ എനിക്ക് റീഡിംഗ് ലിസണിങ് ആണ് പോയിക്കൊണ്ടിരുന്നത്. റീഡിംഗ് ലിസണിങ് ഞാൻ പിന്നെ ഇനി എഴുതുന്നില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈഗിൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃപ്പൂണിത്തറയിലുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ജോയിൻ ചെയ്തു, ട്രൈ ചെയ്തു. എന്താ പറയുക, നല്ലൊരു ഹാപ്പി മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം റീഡിംഗ് ലിസണിങ് എന്ന് പറയുന്ന ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെത്തേഡ് മാറ്റി വെച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്ന ആ ഒരു ഫോക്കസിലേക്ക് ഞാൻ ട്രൈ ചെയ്തപ്പോൾ, അതായത് അവരെനിക്ക് പറഞ്ഞു തന്ന സംഭവങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, അതിനെ എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ നോക്കിക്കാണും, ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്, ആ ഒരു ഫോക്കസ്, അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ആൻസറുകൾ ആണ് നമ്മൾക്ക് വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആൻസർ വന്നില്ല, ഇങ്ങനെയുള്ള ഒത്തിരി ട്രിക്സ് ആൻഡ് ടിപ്സ് അവർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട്, റീഡിംഗ് ലിസണിങ് നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, കറക്റ്റ് ടൈമിന് ചെയ്യിപ്പിച്ച് നമുക്ക് കിട്ടിയ ആൻസർ എങ്ങനെ കിട്ടി, എന്തുകൊണ്ടത് വന്നില്ല, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് എങ്ങനെയായിരുന്നു നമ്മളതിനെ കാണേണ്ടത് എന്നുള്ള കൃത്യമായൊരു നിർദ്ദേശം നമുക്ക് തന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ സ്കോറിലേക്ക് ഇവർ എത്തിച്ച് നമുക്ക് തരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം അവിടെ പഠിപ്പിക്കുന്ന നല്ല ട്രെയിനേഴ്സ്, ആ ട്രെയിനേഴ്സിൻ്റെ, അത് റീഡിംഗ് ലിസണിങ് സ്പെഷ്യലായിട്ട് എടുക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറയുന്ന അവർ അത് നമുക്ക് കൃത്യമായിട്ടവർ ഓക്കെ, ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഇതിനകത്ത് 2 ഓപ്ഷൻ എങ്ങനെ വരില്ല, എന്തുകൊണ്ട് വരില്ല, അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മളതിനകത്ത് ഒഴിവാക്കേണ്ടത്, അതിനകത്ത് ഇവനൊരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള സംഭവമായിരിക്കും അതിനകത്ത് നമ്മളെ എന്താ പറയുക കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത്. പക്ഷേ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എന്തൊക്കെയാണ് ടെക്സ്റ്റിലുള്ളത് എന്നുള്ളത് കൃത്യമായി നമ്മളെ കൊണ്ട് മനസ്സിലാക്കിച്ച് നമ്മളെ ആ ഒരു രീതിക്ക് അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത് എന്നുള്ള ആ ഒരു ഇത് നമുക്കുണ്ടാവും. അതിന് എന്നെ എന്താ പറയുക, എന്നെ ഈ OET ഇപ്പോൾ പാസ്സാക്കാൻ, എനിക്ക് റീഡിംഗ് ലിസണിങ് കടന്ന് B സ്കോർ കിട്ടാനുള്ള ആ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓഫ് കോഴ്സ് ഞാൻ ഈഗിൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ബിഗ് ടീമിനോട് ഞാൻ ഒത്തിരി നന്ദിയും അറിയിക്കുന്നു. കാരണം അവർ വിചാരിച്ചത് കൊണ്ടാണ്, അവരുടെ ഒരു ബിഗ് സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു സന്തോഷമായിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ നിൽക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി. എന്തായാലും ഈഗിൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു ബിഗ് താങ്ക്സ്. എങ്ങനെ പറയണമെന്നറിയില്ല. ഒപ്പം എൻ്റെ പേഴ്സണൽ ട്രെയിനേഴ്സ്, 2 ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട്. ഈ പേഴ്സണൽ ട്രെയിനേഴ്സ് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ളത്, എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതെല്ലാം കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ ഞാൻ കൃത്യം 1 മാസത്തേക്കാണ് അവിടെ ജോയിൻ ചെയ്തത്. ആ ഒരു മാസം കൊണ്ട് അവരെന്നെ ട്രെയിൻ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് അവരെന്നെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈഗിൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ഇതിന് മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത് എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യണമെന്ന് അവർ കൃത്യമായി നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഓൾസോ ഞാൻ താങ്ക്സ് പറയുകയാണ് ഈഗിൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ മാനേജ്മെൻറ്റിനോടും ടീം അംഗങ്ങളോടും ഞാൻ ഒത്തിരി താങ്ക്സ് പറയുന്നു. താങ്ക് യു.